ബഹിഷ്കരണാഹ്വാന സമരങ്ങളെ കലാപാഹ്വാന കേസെടുത്ത് ഒതുക്കാനാണ് കേരള പോലീസ് ശ്രമമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളുടെയും മുന്നിൽ ബഹിഷ്കരണാഹ്വാന സമരം നടത്തി നേരിടുമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ.എം. ഷഫ്രീൻ. BDS മൂവ്മെന്റിലൂടെ കുത്തക കമ്പനിയായ സ്റ്റാർബക്സിനെതിരെ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ബഹിഷ്കരണാഹ്വാന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിലെ ഔട്ട്ലെറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം വംശഹത്യക്ക് ഫണ്ട് നൽകുന്നത് അവസാനിപ്പിക്കുക, സ്റ്റാർബക്സ് ബഹിഷ്കരിക്കുക എന്ന ബാനർ ഉയർത്തിയ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരായ 6 ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളെ കലാപാഹ്വാനമടക്കം കുറ്റം ചുമത്തിയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ കോഴിക്കോട് ബീച്ചിൽ ജനാധിപത്യപരമായി പ്രതിഷേധിച്ചവരിൽ 40 പേർക്കെതിരെ ഇന്നലെ വീണ്ടും കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യ സമരങ്ങളിൽ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തിയാർജിച്ച മൂവ്മെന്റാണ് BDS അഥവാ ബോയ്ക്കോട്ട്, ഡൈവെസ്റ്റ്, സാങ്ഷൻ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സയനിസ്റ്റ് കൂട്ടക്കരുതിക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ധാർമ്മികമായും പിന്തുണ നൽകുന്ന കമ്പനികൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ തുടങ്ങിയവർക്കെതിരെ നടത്തുന്ന ബഹിഷ്കരണ യുദ്ധത്തിൽ അഥവാ ബോയ്ക്കോട്ട് വാർ ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലെ ജനങ്ങളും പങ്കാളികളാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ തന്നെ ലോകവേദിയായ BDSനെ തന്നെ അപഹസിക്കുന്നതാണ് കേരള പോലീസിൻ്റെ വംശഹത്യ അനുകൂല നിലപാട്. ഇക്കാര്യത്തിൽ കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരണം നൽകേണ്ടതുണ്ടെന്ന് മൂവ്മെന്റ് പറയുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സയനിസത്തിന്റെ വംശഹത്യ സമീപനത്തെയും അതിനെ പിന്തുണക്കുന്ന കുത്തകകളടക്കമുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പിണറായി പോലീസിന്റെ സയനിസ്റ്റ് അനുകൂല നടപടിക്കെതിരെ കേരളത്തിലെ മുഴുവൻ സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളുടെയും മുന്നിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ബഹിഷ്കരണാഹ്വാന സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനുവരി 10, 11 തീയതികളിലായി കേരളത്തിലുടനീളം ബഹിഷ്കരണാഹ്വാന സമരം നടക്കും. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ചോര കുടിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന കുത്തക ഭീകര സ്ഥാപനത്തിനെതിരെ കേരളത്തിലെ വിദ്യാർത്ഥി യുവജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങണമെന്നും ഷഫ്രീൻ ആവശ്യപ്പെട്ടു. കലാപാഹ്വാനത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇത് കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ SI സുഭാഷ് ചന്ദ്രന്റെ പോഴത്തരം കൊണ്ട് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല എന്നും മറിച്ച് ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ തന്നെ ലോകവേദിയായ BDSനെ തന്നെ അപഹസിച്ച കേരള പോലീസിന്റെ വംശഹത്യാനുകൂല നിലപാടിനോട് കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരണം നൽകേണ്ടതുണ്ടെന്നും ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് കെ.എം. ഷഫ്രീൻ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.